യഥാർത്ഥത്തിൽ വി ഡി സതീശനെ സ്നേഹിക്കുന്നവരായിരുന്നെങ്കിൽ തെരുവിലിറങ്ങി ഇത്തരത്തിലുള്ള പ്രകടനത്തിന് നിൽക്കില്ല. അദ്ദേഹം ഒരിക്കലും അതിനെ ഓൺ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു. കാരണം കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പോലും അത്തരം പ്രകടനങ്ങളിൽ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ സതീശിനോട് സ്നേഹമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞല്ലോ, സതീശിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല ഇപ്പോൾ തെരുവിലിറങ്ങി കണ്ടിട്ടുള്ളൂ. ഇനി സാധാരണ ജനങ്ങൾ തെരുവിലിറങ്ങും. അത് കാരണം എന്താണെന്നറിയോ? സതീശിനോടുള്ള സ്നേഹം കൊണ്ടല്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഇത്രയും നാൾ നിങ്ങളുടെ പ്രവർത്തകരെ മുന്നിൽ നിന്ന് ശരിയായ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നൽകി മുന്നോട്ട് നയിച്ച ഒരാളെ എല്ലാവരും ഒരുമിച്ച് നേടിയ വിജയമാണ്. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല. ജനങ്ങൾ കണ്ടിട്ടുള്ളത് വി ഡി സതീശനെയാണ് ഒരു നേതാവായിട്ട് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടല്ല ഇപ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഭരിച്ച പാർട്ടിയുടെ എന്ന് പറയാൻ പറ്റില്ല, ആ തലപ്പത്തിരുന്ന ആളുടെ പേരെടുത്ത് ഇനിയും പറഞ്ഞെന്തിനും മോശമാക്കണത്. പുള്ളി പ്രായമായ ആളാണ്. പുള്ളിയുടേതായ പ്രശ്നങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ആ ഭരണത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി. നമുക്കൊരു അഭിപ്രായം പറയാൻ പോലും ഇപ്പോൾ അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാരായാലും സാധാരണ ജനങ്ങൾക്കായാലും ഒരഭിപ്രായം പറയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പൊറുതിമുട്ടി മടുത്തു. അപ്പോൾ ആ ഭരണം മാറാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഭരണം മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. അല്ലാതെ കോൺഗ്രസ് ഭരിച്ച് ഇവിടെ മൊത്തത്തിൽ എല്ലാവർക്കും ഭയങ്കര സുഖം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് തെരുവിലിറങ്ങും. കാരണം ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഭരിക്കേണ്ടത്, അല്ലാണ്ട് നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. പിന്നെ വി ഡി സതീശനെ കുറിച്ച് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടക്കുറവോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെറിയൊരു ഇഷ്ടം തോന്നാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിനെ ഒരു MLA-മാരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പുള്ളിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ളൊരു ശൈലിയിലാണ് പുള്ളി പ്രവർത്തിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഒരു തോന്നലുണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതല്ല, ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയാനെ. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭൂരിഭാഗം MLA-മാരുടെ സപ്പോർട്ടും പുള്ളിക്ക് കിട്ടിയാനെ. അല്ല, ഈ ഉൾപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉളുപ്പ് പോകുന്നു. ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവാണ്, സമ്മതിച്ചു. പക്ഷെ ഞങ്ങളുടെ നേതാവല്ല. ഞങ്ങൾക്കൊരു നേതാവ് വേണമല്ലോ. അതായത് ജനങ്ങളെ ഭരിക്കണ്ടേ. ജനങ്ങളെ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മേൽ ഭരിക്കുക എന്നുള്ള രീതിയിൽ ഭരിക്കുന്ന ആൾക്കാരെ ആരെയും നമുക്ക് വേണ്ട. കൃത്യമായിട്ട് ധാരണകളും എല്ലാ കാര്യത്തിലും ധാരണകളും നല്ല രീതിയിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ, തൊഴുത്തിക്കുത്തിൽ വലിയ പ്രാഗൽഭ്യമില്ലാത്ത ഒരാളെയാണ് ജനങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഒരാൾ വരും എന്നുള്ള രീതിയിലാണ് സതീശനെ ഇപ്പം ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ KC വേണുഗോപാലിനെ വേണ്ട. എൻ്റെ എല്ലാം നിങ്ങളാണ്.